ഗ്രാമത്തിലെ ജനങ്ങൾ ഗോൽക്കപ്പെ കഴിക്കാൻ വളരെ ആഗ്രഹമുള്ളവരാണ്. ഗ്രാമത്തിൽ 2 കടയുണ്ടായിരുന്നു. അതിന്റെ മുതലാളിമാർ മകേഷും ദിനേശുമാണ്. അവരുടെ പാനിപൂരി കട വളരെ പ്രസിദ്ധമായിരുന്നു. ഗോൾപൂരിലുള്ള കുട്ടികൾക്ക് ഞാൻ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. ദേ നോക്ക്, കോൾപൂരിയ പോവുകയാണോ? ഗോൽക്കപ്പെ നീ കഴിക്കും, പക്ഷെ കൂടുതൽ കഴിക്കണ്ട കേട്ടോ. കൂടുതൽ എവിടെയാണ്? വെറും ഒരു 5-6 പ്ലേറ്റ് മാത്രം. 2 പ്ലേറ്റിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല, മനസ്സിലായോ? മഹേഷ് പിന്നെ ദിനേശ് പിന്നെ അവരുടെ കടയിൽ 2 പ്ലേറ്റ് ആയിട്ട് ഞാൻ കഴിക്കണം. ശരി. മൊത്തത്തിൽ 2 കഴിക്കാവൂ. ചേട്ടനും അനിയനും 2 പേരും പാനിപൂരിയിൽ ഫേമസ് ആണ്. പക്ഷേ 2 പേർക്കും യോജിപ്പില്ല. 2 പേരും ഒന്നിച്ച് ജോലി ചെയ്താൽ വളരെ നന്നായി വളരും. പക്ഷെ ഇക്കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ മാറി മാറി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദിനേശ് കസ്റ്റമേഴ്സിന് കൊഴുക്കപ്പെ കൊടുക്കുമ്പോൾ തന്റെ അനുജനെ കുറിച്ച് കുറ്റം പറയും. ശരി ദിനേശ് അങ്കിൾ, 1 കപ്പ് കൂടി തരുമോ? നിങ്ങളുടെ കൊഴുക്കപ്പെ വളരെ നന്നായിട്ടുണ്ട്. ആ ശരി മോളെ, എടുത്തോളൂ. ഇതിനെക്കാട്ടുള്ള നല്ല പാനിപൂരി നിനക്ക് എവിടെയും കിട്ടില്ല. ആ മഹേഷ് ഇല്ലേ, അവന്റെ പാനിപൂരിൽ എപ്പം നോക്കിയാലും ഉപ്പുണ്ടാവും, ഇല്ലെങ്കിൽ എരിവ് കൂടി പോവും. അറിയില്ലേ? ഇല്ലെങ്കിൽ എരിവ് അങ്ങ് കുറഞ്ഞു പോകും. അവന്റെ പാനിപൂരി കഴിച്ചാലേ ജനങ്ങൾക്കൊക്കെ സുഖമില്ലാതായി പോവും. കാരണം അത് വളരെ മോശമാണ്. മകേഷും ദിനേശിനെ കുറ്റം പറയുന്നതിൽ കുറഞ്ഞ ആളൊന്നുമല്ല. അവന്റെ കസ്റ്റമറാണ് സുഖമില്ലാതെ പോയി പോകുന്നത്. പാനിപൂരിയൊക്കെ ശുദ്ധമായ വെള്ളത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ സുഖമില്ലാതായി പോവുക. പരി, നീ അവന്റെ അടുത്ത് പോയിട്ട് പാനിപൂരി കഴിക്കല്ലേ. എന്റെ കടയിൽ വന്ന് നീ കഴിച്ചോളൂ. മകേഷ് അങ്കിൾ, നിങ്ങളുടെ അടുത്തു നിന്നും കോൾക്കപ്പെ വാങ്ങി കഴിച്ചത് കൊണ്ട് എനിക്കും അസുഖം പിടിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ കോൾക്കപ്പെ വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇവിടേക്ക് വരാൻ എനിക്ക് തോന്നുന്നു. ഗ്രാമത്തലവനായ ഭരത്താണെങ്കിൽ വളരെ നല്ലവനും സത്യസന്ധനായ തലവനുമാണ്. ഗ്രാമത്തിൽ ഇദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും അവസാനത്തെ തീരുമാനം. ഇന്ന് ഭരത് സാർ തന്റെ പേരക്കുഞ്ഞ് ടീനുവിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അയ്യോ മുത്തശ്ശ, എന്റെ വയറ് നന്നായിട്ട് വേദനിക്കുന്നു. ശരി ശരി മോനെ, ഇവിടെ വന്ന് കിടന്നോളൂ. ഡോക്ടർ നിനക്ക് മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വയറുവേദന വേഗം തന്നെ ശരിയാവും. ടീനു ഹോസ്പിറ്റലിലെ ബെഡിൽ കയറി കിടന്നു. പിന്നെ ഡോക്ടർ സാർ അവനെ ചെക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വയറ്റിലെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പുറത്ത് നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ? സത്യം പറ. അതെ ഡോക്ടർ അങ്കിൾ, ഇന്നലെ ഞാൻ മകേഷ് അങ്കിൾ പിന്നെ ദിനേശ് അങ്കിളിന്റെ കടയിൽ നിന്നും കോൾഡ് കഫേ വാങ്ങി കഴിച്ചു. അതുകൊണ്ടാണ് നിന്റെ വയറ്റിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടുള്ളത്. അതുപോലുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ കഴിക്കാനേ പാടില്ല. അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ഇവന്റെ അമ്മ എപ്പം നോക്കിയാൽ ഇവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കോ. പക്ഷെ അവൻ ഇതെല്ലാം കേൾക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ പറയുന്ന ഒന്നും ഇവൻ കേൾക്കുന്നേ ഇല്ല. പിന്നെ ആ വണ്ടിക്കടക്കാരൊക്കെ അല്ലേ, ഇന്ന് അവന്മാർക്ക് നല്ലൊരു പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അന്ന് പഞ്ചായത്ത് കൂട്ടി തലവൻ ഒരു തീരുമാനത്തിലെത്തി. അതായത് ഇന്നു മുതൽ മകേഷിന്റെയും ദിനേശിന്റെയും കട പൂട്ടണമെന്ന്. മുതലാളി, നിങ്ങൾ എന്റെ കട പൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് എന്റെ കുടുംബം നടത്തുന്നത്? അതെ മുതലാളി, ഞങ്ങൾ മരിച്ചു തന്നെ പോവും. നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ മരിക്കാൻ അനുവദിക്കില്ല. ഈ പഞ്ചായത്ത് നിങ്ങൾക്ക് വേറെ ജോലി ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയാണ്. നിങ്ങളടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പാനിപൂരികളൊക്കെ വളരെ ശുദ്ധമായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങളാണെങ്കിൽ സമ്മതിക്കുന്നേ ഇല്ലല്ലോ. നിങ്ങളുടെ പാനിപൂരി എപ്പോൾ കഴിച്ചാലും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സുഖമില്ലാതാണ് പോകുന്നത്. എൻ്റെ തീർപ്പാണ് ഈ അവസാനത്തത്. നിങ്ങൾ 2 പേരും തീർച്ചയായിട്ടും കട മൂടിയേ പറ്റുള്ളൂ. അപ്പോഴാണ് മകേഷ് ഇടയ്ക്ക് മിണ്ടിയത്. മുതലാളി, എൻ്റെ പാനിപൂരിയൊക്കെ ഞാൻ വളരെ ശുദ്ധമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ദിനേശ് ഉണ്ടാക്കുന്ന പാനിപൂരിയാണ് വളരെ മോശമായിട്ടുള്ളത്. എടോ, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നീയാണ് പാനിപൂരിയിൽ മോശമായ വെള്ളത്തിലുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ 2 പേരും അടികൂടാണ്ട് നിൽക്ക്. എൻ്റെ തീർപ്പാണ് അവസാനത്തത്. അത് എനിക്ക് മാറ്റാൻ പറ്റില്ല. മകേഷിന്റെ വീട് ആകെ വിഷമത്തിലായി. മുതലാളി എന്താ പറയുന്ന വെച്ചാൽ സാരിന്റെ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, സാരി ബിസിനസ് ചെയ്ത് നമ്മൾ എന്തു ചെയ്യാനാ? കച്ചവടം നന്നായി നടക്കുകയായിരുന്നില്ലേ? അതെന്തിനാണ് മൂടുന്നത്? ആഹാരത്തിനും കഷ്ടം വരുമെന്ന് തോന്നുന്നല്ലോ. ദിനേശിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഭാര്യ ദേഷ്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ ഇനി എല്ലാം തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. കുറച്ച് ശുദ്ധമായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പുടവ വ്യാപാരം ചെയ്തല്ലേ പറ്റുള്ളൂ. വേറെ ഒരു വഴിയില്ലല്ലോ. വീട്ടിലെ ചെലവ്, പിന്നെ കുട്ടികളുടെ ഫീസ്, എത്ര ചെലവുണ്ട് ഇങ്ങനെ. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാനാ? എന്തുണ്ടായാലും ചെയ്തേ പറ്റുള്ളൂ. പഞ്ചായത്തിനെതിർക്കായിട്ടുള്ള തീർപ്പ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ തെറ്റ് ഞാൻ തിരിച്ചു ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിനു ശേഷം എന്റെ പാനിപൂരിയൊക്കെ വളരെ ശുദ്ധമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ മുതലാളിക്ക് എന്നെ കുറവ് പറയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം നടത്തില്ല. പക്ഷേ മറുവശത്ത് ക്രിസ്മസ് ലീവിൽ കുട്ടികൾക്ക് ഗോൾക്കപ്പെ കിട്ടാത്തത് കൊണ്ട് അവർ വിഷമത്തിലായിരുന്നു. ക്രിസ്മസിന് ലീവ് വിട്ടുകഴിഞ്ഞു, പക്ഷെ യാതൊരു സന്തോഷവും ഇല്ല.
അതെ, എങ്ങനെ സന്തോഷിക്കാനാവും? ഗ്രാമത്തിൽ കോൾക്കപ്പ പോലും ഇല്ല. ടീനു, നിന്റെ അപ്പൂപ്പനാണ് മകേഷ് അങ്കിളിന്റെയും ദിനേശ് അങ്കിളിന്റെയും കട പൂട്ടിച്ചത്. അയ്യോ, അവർ വൃത്തിയായിട്ട് കട സൂക്ഷിച്ചില്ല. അതുകൊണ്ടാണ് മൂടാൻ പറഞ്ഞത്. എനിക്ക് അസുഖം പിടിച്ചു. നിനക്ക് എങ്ങനെയാണ് അസുഖം പിടിച്ചത്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്കൊന്നും പറ്റിയില്ല എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കട നിന്റെ അപ്പൂപ്പൻ എന്തിനു വേണ്ടിയാണ് അടച്ചു വെച്ചത്? ശരി ശരി, നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട. എനിക്കെന്തോ നമ്മുടെ ക്രിസ്മസ് ലീവൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയി പോകുമെന്ന് തോന്നുന്നു. ജോളിയായിരിക്കില്ല. ഒരുപക്ഷെ സാന്റാക്ലോസ് വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് ആയിട്ട് മകേഷ് അങ്കിൾ പിന്നെ ദിനേശ് അങ്കിളുടെ കോൾക്കപ്പ ചോദിക്കാം. സാന്റ തന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്മസിന്റെ ദിവസം കോൾപൂരിയ പോകാനുള്ള ഏർപ്പാട് ചെയ്യുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഏഞ്ചൽ സാന്റാക്ലോസിനോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ കേട്ടോ, ഗോൾപൂരിയ ഗ്രാമത്തിലെ ജനങ്ങൾ കോൾക്കപ്പ കിട്ടാത്തത് കൊണ്ട് എന്തുമാത്രം വിഷമിക്കുന്നുവെന്ന്. അവരുടെ ക്രിസ്മസ് ലീവിൽ അവരെന്താ ദേഷ്യത്തിലുണ്ടോ? ഇത് നല്ലതല്ലല്ലോ. എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് തന്നെ ഗോൾപൂരിയ ഗ്രാമത്തിലേക്ക് പോയേക്കാം. സാന്റാക്ലോസ് കുട്ടികളുടെ അടുത്ത് വന്ന് അവരോട് എന്തു പറഞ്ഞെന്നാൽ, കുട്ടികളെ, എനിക്ക് നിങ്ങൾ ഈ സ്ഥിതിയിൽ കാണുന്നത് വളരെ ദുഃഖമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വേണ്ട, ഞങ്ങൾക്ക് ചോക്ലേറ്റ്, പാവ ഇതൊന്നും ഗിഫ്റ്റ് ആയിട്ട് വേണ്ട. അതെ സാന്റ, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാന്റ തന്റെ ഗിഫ്റ്റ് ബോക്സ് തുറന്നു. എന്നിട്ട് അതിൽ നിന്നും ഒരു മാന്ത്രിക പാന പുറത്തേക്കെടുത്തു. ഇവിടെ നോക്കൂ, ഇതാണ് മായപ്പാന. ഇതില് സംസാരിക്കുന്ന പാനിപ്പൂരി ഉണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള മഹേഷും ദിനേശും നന്നായിട്ട് പാനിപ്പൂരി ഉണ്ടാക്കും. പക്ഷേ പാനിപ്പൂരി ചെയ്യുന്ന സ്ഥലത്തിൽ അവർ ശുദ്ധമായിട്ട് ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സുഖമില്ലാതെ പോകുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, അവരുടെ ചെയ്യുന്ന പാനിപ്പൂരിന്റെ കൂടെ എൻ്റെ സംസാരിക്കുന്ന പാനിപ്പൂരി ഞാൻ അങ്ങ് വെച്ചേക്കാം. എപ്പോഴൊക്കെ നിങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പോഴീ മഹേഷും ദിനേശും പാനിപ്പൂരി ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ ആ പാനിപ്പൂരി ശുദ്ധമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവൻ പറഞ്ഞേക്കും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ വീണ്ടും പാനിപ്പൂരി കിട്ടും. പിന്നെ ആർക്കും സുഖമില്ലാതെ ഇരിക്കില്ല. വാവ്, ഇത് യഥാർത്ഥത്തിൽ സൂപ്പറാണ്. സാന്റ മകേഷ് പിന്നെ ദിനേശിന്റെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ ഗോൾക്കപ്പയിൽ തന്റെ സംസാരിക്കുന്ന ഗോൾക്കപ്പയെ വെച്ചു. ഇനി ആരൊക്കെ ഈ പാനിപ്പൂരി കഴിക്കുന്നുണ്ടോ, വലിയ അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. ഹോ ഹോ. കുട്ടികൾ സാന്റ പറഞ്ഞത് ഭരത്തിനോട് പറഞ്ഞു. തുടക്കത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല. പിന്നെ ടീനു അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പൂപ്പ, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കോ? യഥാർത്ഥത്തിൽ സാന്റ സംസാരിക്കുന്ന ഗോൾക്കപ്പയെ മകേഷ് അങ്കിൾ പിന്നെ ദിനേശ് അങ്കിളിന്റെ കടയിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്നു. അത് ആ ഗോൾഡ് കപ്പയെ കഴിക്കാമോ വേണ്ടാമോ എന്ന് പറയും. പ്ലീസ് അപ്പൂപ്പ, നിങ്ങൾ ഒരു വട്ടം മകേഷ് അങ്കിൾ പിന്നെ ദിനേശ് അങ്കിളിന് ടെസ്റ്റ് വെക്കൂ. ഞങ്ങളും മനസ്സിലാക്കുമല്ലോ യഥാർത്ഥത്തിൽ ഗോൾഡ് കപ്പി സംസാരിക്കുമോ ഇല്ല സംസാരിക്കില്ല എന്ന്. ഓ ശരി ശരി, ഓക്കേ. ടിനു, നീ ഇത്ര പിടിവാശി പിടിക്കുന്നോണ്ട് ഒരു പ്രാവശ്യം ദിനേശും പിന്നെ മഹേഷിന്റെയും പാനിപ്പൂരി നമുക്ക് കഴിച്ചു നോക്കാം. വരും മക്കളെ, പോവാം. ഭരത്തിന്റെ അനുവാദത്തോടെ മകേഷും ദിനേശും അവരുടെ കട തുറന്നു. ടീനു, പരി പിന്നെ റാണി ഗോൾഡ് കപ്പി കഴിക്കാനായി പ്ലേറ്റ് കയ്യിൽ വാങ്ങി. മകേഷ് അങ്കിൾ, വേഗം ഞങ്ങൾക്ക് ഗോൾഡ് കപ്പി തരൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഗോൾഡ് കപ്പി കഴിക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു. ആ ശരി മോളെ, ദേ കഴിച്ചോളൂ. എങ്ങനെയുണ്ടെന്ന് പറ. ടീനു ഗോൾഡ് കപ്പി കഴിക്കാനായി അത് കയ്യിലെടുത്തു. ഗോൾഡ് കപ്പിയുടെ ശബ്ദം കേട്ട് എല്ലാരും ആശ്ചര്യത്തിലായി. നിൽക്കേ, നീ എന്നെ കഴിക്കല്ലേ. എന്റെ ശരീരത്തിനകത്തുള്ള ഈ വെള്ളം വൃത്തിയുള്ള വെള്ളമല്ല. ഈ വെള്ളം കാരണം നിനക്ക് തീർച്ചയായും അസുഖം പിടിക്കും. ഇത് കേട്ടതും മകേഷ് സ്തംഭിച്ചു പോയി. പിന്നെ അടുത്ത കടയിൽ ടീനു എന്തു പറഞ്ഞെന്നാൽ, ദേ ദിനേശ് അങ്കിൾ, എനിക്കൊരു കോൾക്കപ്പി തരൂന്നേ. ഇപ്പോൾ ദിനേശ് കൊടുത്ത കോൾക്കപ്പി ടീനു കഴിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആ കോൾക്കപ്പി സംസാരിച്ചു. നീ എന്നെ കഴിക്കാം. ഇന്ന് ദിനേശ് എന്നെ വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ കോൾക്കപ്പി ചെയ്തിരിക്കുന്നു. ഈ കോൾക്കപ്പി കഴിക്കുന്നത് കൊണ്ട് നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. കൊള്ളാലോ. അപ്പോഴാണ് അവിടേക്ക് സാന്റ വന്നത്. കണ്ടില്ലേ കുട്ടികളെ, സംസാരിക്കുന്ന പാനിപ്പൂരി അതിന്റെ അതിശയം കാണിച്ചു. മകേഷ്, നിന്റെ പാനിപ്പൂരി കട തലവർ മൂടിയിട്ടുണ്ടായിരുന്നു. നിന്റെ വ്യാപാരവും നിന്നുപോയിരുന്നു. എന്നാലും നീ നിന്റെ തെറ്റ് നീ മാറ്റിയിട്ടേ ഇല്ല. പിന്നെ ദിനേശ്, നീ നിന്റെ തെറ്റിൽ നിന്ന് നീ നന്നായിട്ട് പാഠം പഠിച്ചു.
നീ വളരെ ശുദ്ധമായിട്ട് തന്നെ നല്ല പാനിപൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏട്ടനും അനിയൻ ചേർന്നിട്ട് നന്നായിട്ട് പാനിപൂരി ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ. ഒന്നായിട്ട് വ്യാപാരം ചെയ്യാൻ ചെയ്യൂ. അതും എന്റെ ഈ മായപ്പാനയിൽ വന്ന് പാനിപൂരി നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ. അതും നിങ്ങൾ ശുദ്ധമായിട്ട് വിൽക്കണം. ഇതിനു ശേഷം നിങ്ങൾ ശുദ്ധമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പാനിപൂരി നിങ്ങളെ അടിച്ചു പൂശാക്കും. അതെ, പിന്നെ ദിനേശ് അങ്കിൾ, മകേഷ് അങ്കിൾ സംസാരിക്കുന്ന ഈ കൊഴുക്കപ്പ ഞങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അസുഖം പിടിക്കില്ല. പറഞ്ഞത് ശരിയാണ് ടീനു. പോ ദിനേശ്, ഒരു 5-6 പാനിപൂരി റെഡിയാക്കൂ. സാന്റ കുട്ടികളോടൊപ്പം വളരെ ജോളിയായിട്ട് കൊഴുക്കപ്പ കഴിച്ചു. ശരി കുട്ടികളെ, ഞാൻ പുറപ്പെടുകയാണ്. വിഷിംഗ് യു മെരി ക്രിസ്മസ്. നിങ്ങൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ബൈ സാന്റ, ഹാപ്പി ക്രിസ്മസ്. ബൈ കുട്ടികളെ.